രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ മുൻ MLA ആയ മുൻ മന്ത്രിയായ പന്തളം സുധാകരനെയാണോ അതോ ഈ പാട്ടിന്റെ വഴിയെ നടന്ന അന്നത്തെ ചെറുപ്പക്കാരനായിരുന്ന പന്തളം സുധാകരനെയാണോ താങ്കൾക്ക് ഏറെ ഇഷ്ടം? ഇവരൊക്കെ നല്ല ഉറക്കമാണ്. പക്ഷേ ഉറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട്, MG ശ്രീകുമാർ. ഉറങ്ങാതെ കൂടിയിരിക്കുമോ? കൂടെ നമ്മുടെ കൂടെ ഇരിക്കും. അപ്പോൾ ശ്രീമാനോട് ഞാൻ പറയും, ധനുമാസ കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി. രാവിലെ ആയപ്പോഴേക്കും പാട്ട് റെഡി. അവസാനം ഒരു കാറിൽ പ്രൊഡ്യൂസറുടെ കാറിൽ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റുഡിയോയിലേക്ക് കോടമ്പാക്കത്തേക്ക് പോവുകയാണ്. ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയ പാട്ടുമായി MG ശ്രീകുമാറിനെ പറ്റി പറയുമ്പോൾ ശ്രീകുട്ടൻ എന്നാണ് ഇങ്ങനെ വായിൽ വരുന്നത്. അത്രയേറെ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള എപ്പോഴും തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന പാട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പിന്നെ പാട്ട് കൊടുക്കാതിരുന്ന ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. തമിഴിലെയും സൗത്ത് ഇന്ത്യയിലെയും വലിയ ഡയറക്ടേഴ്സാണ്. നമുക്ക് സങ്കടം തോന്നും. സിനിമ അവരുടെയൊക്കെ തുടക്കകാലമാണ്. അതൊക്കെ തുടക്കകാലമാണ്. പിന്നെ 7 Arts വിജയകുമാറാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അല്ല, അത് താളവട്ടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇത് ഇടപ്പഴഞ്ഞി വേലപ്പൻ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പാട്ടൊക്കെ എഴുതുന്നത്. അതെന്താ വെച്ചാൽ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ട്രെയിനിൽ, അന്ന് മദ്രാസ് മെയിലാണല്ലോ, മദ്രാസ് മെയിലിൽ ചെല്ലുന്നു. പാംഗ്രോയിൽ ഞങ്ങൾ താമസിക്കുന്നു. മ്യൂസിക് ഡയറക്ടർ വരുന്നു. മ്യൂസിക് ഡയറക്ടർ ഈ പറഞ്ഞ പോലെ KJ ജോയിയാണ്. KJ ജോയിയുടെ വീട്ടിൽ പോകുന്നു. അത് വലിയ ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ചെല്ലുന്നു, ഈ സിറ്റുവേഷനൊക്കെ പറയുന്നു. അപ്പോൾ അതനുസരിച്ച് ട്യൂൺ തരുന്നു. അപ്പോൾ പിറ്റേദിവസം രാവിലെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പിറ്റേദിവസം രാവിലെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഒരു രാത്രി മാത്രമേ. അപ്പോൾ രാത്രി ഈ ട്യൂണിങ്ങിനെ ഹാർമോണിയത്തിൽ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു സൈഡിലിരുന്ന് ഇത് എഴുതും. പിന്നെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ എഴുതും. പക്ഷേ ഈ കാസറ്റിൽ ഈ ട്യൂൺ കാസറ്റിലിട്ട് ഇങ്ങനെ ആ ട്യൂൺ പ്ലേ ചെയ്തുകൊണ്ട് ട്യൂൺ എഴുതും. പിന്നെ ഈ മഴ പെയ്യുന്നു പന്തളം കിട്ടുന്ന സിനിമയുടെ പാട്ട് എഴുതുമ്പോൾ മറ്റൊരു കാര്യം, ഇവരൊക്കെ നല്ല ഉറക്കമാണ്. പക്ഷേ ഉറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട്, MG ശ്രീകുമാർ. ഉറങ്ങാതെ കൂടെ നമ്മുടെ കൂടെ ഇരിക്കും. അപ്പോൾ ശ്രീമാനോട് ഞാൻ പറയും, ഞാൻ ഇത്ര വരി എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്, നോക്കാം. അങ്ങനെ അപ്പോൾ ശ്രീകുമാർ തന്നെ എഴുതിയ വരികൾ ആ ട്യൂണും കൂടെ ഒപ്പിച്ചിട്ട് പാടും. അപ്പോൾ അതൊരു, ഞങ്ങളെല്ലാം തുടക്കക്കാരല്ലേ. ശ്രീകുമാറും അന്ന് തുടക്കക്കാരനാണ്. ഒരുമിച്ചാണ് വളർന്നു വന്നത്. അതെ. അല്ല, ആദ്യകാല പാട്ടുകളൊക്കെ പാടിയ ശ്രീകുമാറാണല്ലോ. അപ്പം ഞാനിങ്ങനെ എഴുതു വരികൾ. അപ്പോൾ പെട്ടെന്നാണ് എഴുതുമ്പോൾ ഇങ്ങനെ ഇപ്പം ഒരു പാട്ട് പാടിയിരിക്കുന്നത് ജയചന്ദ്രനാണ്. അപ്പോൾ അദ്ദേഹം പാടിയ പാട്ടെന്ന് വെച്ചാൽ, ധനുമാസ കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി കൗമാരക്കുളിരരുവീനി ദാഹമായി വരൂ എന്ന് പറഞ്ഞുള്ള ഒരു പാട്ട്. അത് മോഹൻലാലിനും ലിസിക്കും വേണ്ടിയുള്ള പാട്ടാണ്. ഈ മഴ പെയ്യുന്ന മുതലെല്ലാം കൊണ്ട് കണ്ടാൽ ആ പാട്ട്. അതൊക്കെ അങ്ങനെ എഴുതി ശ്രീകുട്ടൻ പാടിയ പാട്ട് പാടിയത്, തുമ്പി മഞ്ചലേറിവാ കൊഞ്ചും തിങ്കളായി വാ എന്നൊരു കോമഡി ഉള്ള ഒരു ശ്രീനിവാസനും ലാലും കൂടാണ്, മുകേഷും കൂടെ അഭിനയിച്ചൊരു സീനുള്ള വെടിപ്പാണ്. അപ്പോൾ ഇത് ശ്രീകുമാറിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ട്. രാവിലെ ആയപ്പോഴേക്കും പാട്ട് റെഡി. അവസാനം ഒരു കാറിൽ പ്രൊഡ്യൂസറുടെ കാറിൽ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റുഡിയോയിലേക്ക് കോടമ്പാക്കത്തേക്ക് പോവുകയാണ്. പാട്ടുമായി ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയ പാട്ടുമായി പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു ടെൻഷനും ഉണ്ടല്ലോ, എന്തായിരിക്കും. എന്നിട്ട് അത് എന്തായിരുന്നു അവിടുത്തെ റിയാക്ഷൻ? അവിടെ ചെന്നു. ആദ്യം ട്രാക്കാണ് പാടിയത് എല്ലാവരും. ട്രാക്ക് പാടി. പിന്നെ ജയചന്ദ്രൻ്റെ ഒക്കെ നമ്മൾ അവിടെ വരുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പാട്ട് കൊടുക്കണം എന്ന് പ്രിയന് ഫുൾ പാട്ട് കൊടുക്കണം, ശ്രീകുട്ടന് കൊടുക്കണമെന്നാണ്. കാരണം അത്ര ഇഷ്ടമല്ലേ അവരിൽ. അപ്പം ഒരു പാട്ട് കാസറ്റുകാർക്ക് നിർബന്ധം. കാരണം അന്ന് രഞ്ജിനി കാസറ്റുകാരാണ്. അപ്പോൾ അവർക്ക് നിർബന്ധമുണ്ട് ഒന്ന് ഈ വളരെ പോപ്പുലറായിട്ടുള്ള ഗായകന്മാർ വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട് ജയചന്ദ്രൻ്റെ അദ്ദേഹം പാടി. അതാണ് ധനുമാസ കുളിരല ചൂടി ഋതുഗാന പല്ലവി പാടി എന്ന് പറഞ്ഞത്. അത് മോഹൻലാലിന് വേണ്ടി തന്നെയാണ് ആ പാട്ട്.
അത് റെക്കോർഡ് ചെയ്തു. അടുത്തത് ഈ തുമ്പി മഞ്ചലേറിവ എന്നുള്ളത് അന്ന് വൈകിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ സന്തോഷകരമായിട്ട് എല്ലാവരും തിരിച്ച് പോരുകയാണ്. ബാക്കി ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഇപ്പോൾ എം ജി ശ്രീകുമാറിനെ പറ്റി പറയുമ്പോൾ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്നാണ് ഇങ്ങനെ വായിൽ വരുന്നത്. അത്രയേറെ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള എപ്പോഴും തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന ഒരു എം ജി ശ്രീകുമാറിനെയാണ് നമ്മൾ കാണുന്നത്. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു, വളരെ ഹാപ്പിയായ ജോളിയായ ഒരു പേഴ്സൺ ആയിരുന്നു. അല്ല, വളരെ ജോളിയായിട്ടുള്ള ഒരാളാണ്. കാര്യം ആ കുടുംബം തന്നെ ഒരു ജോളി കുടുംബമാണല്ലോ. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഫ്, നമ്മൾ എല്ലാവരും ഒരു ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ മാറുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയ മകൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എം ജി ശ്രീകുമാറാണ്. അപ്പം അതുപോലെ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്ന് വിളിച്ച് ഈ എം ജി ശ്രീകുമാർ എന്നുള്ള ഒരു ഫോർമൽ വിളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ആ സൗഹൃദവും സ്നേഹവും ഒക്കെ ഇപ്പോഴും അതേപോലെ തുടരുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള കാര്യം. ചില റിയാലിറ്റി ഷോയിലൊക്കെ ഈ എൻ്റെ ചില പാട്ടുകൾ കുട്ടികൾ പാടുമ്പോൾ ശ്രീകുട്ടൻ എം ജി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞാൽ മതി, ശ്രീകുട്ടൻ പറയാൻ ഇതാരെഴുതിയാണോ അറിയാമോ എന്ന് ചോദിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്നിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അതാണ് പഴയ സ്നേഹത്തിൻ്റെ. ഞാനൊരു അത് ശ്രീകുട്ടനെ സംബന്ധിച്ച് രാധാകൃഷ്ണൻ ചേട്ടനെ പോലെ ഒരു ചേട്ടനായിട്ട് തന്നെയാണ് എന്നെ കാണുന്നത്. അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് ശ്രീകുട്ടനുള്ളത്. ശ്രീകുട്ടൻ്റെ ആദ്യത്തെ ആ വളർച്ചയ്ക്ക് പ്രധാന കാരണം അതാണ്. ഡെഡിക്കേഷൻ, പാട്ടിൽ വലിയ ഡെഡിക്കേഷൻ, അതോടൊപ്പം തന്നെ പ്രോത്സാഹനം വേണമല്ലോ. പ്രോത്സാഹനമില്ല എത്ര വലിയ കലാകാരനാണെങ്കിലും പൊങ്ങി വരാൻ സിനിമയിൽ പാടുക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ കൂട്ടുകെട്ട്, പ്രിയദർശൻ, ലാൽ, സുരേഷ് ഉള്ള ആ ഒരു കൂട്ടുകെട്ട് സത്യം പറഞ്ഞാൽ വലിയ അനുഗ്രഹമായി മലയാളത്തിൽ നല്ല ഗായകനെ കിട്ടാൻ ഇടയാക്കിയത് ആ കൂട്ടുകെട്ട് തന്നെയാണ്. നല്ലൊരു ടീമായിരുന്നു അത്. അതെ. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും രസകരമായ ഒരു സംഭവം, ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒരു സിനിമ ഒരു പാഷനായി കണ്ട് മദ്രാസിൽ പരിമിതമായ സ്ഥലത്ത് താമസിക്കുകയല്ലേ. അപ്പോൾ ഈ മൊബൈൽ ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ പ്രിയൻ എന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ബാക്കി ആരെങ്കിലും എല്ലാവരും ഈ രാത്രി ഉണർന്നിരിക്കുന്ന പാട്ടെഴുത്തുകാരനും മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര തമാശ, എപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കും. കോള് വരുന്നതെന്ന് വെച്ചാൽ ഈ ചാൻസ് ചോദിച്ചുകൊണ്ട് അഭിനയിക്കാനുള്ള ചാൻസ് ചോദിക്കാണ്. അപ്പോൾ എല്ലാവരോടും മറുപടി പറയും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്ന ഇവരാരും ഡിസ്കറേജ് ഒരു ഒരു നിഷേധാത്മകമായിട്ടല്ല, എല്ലാവരും പ്ലസൻ്റായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. കാരണം അത്ര ഒരു കഷ്ടപ്പാട് അനുഭവിച്ചെങ്കിൽ പിന്നെ എനിക്ക് ഇപ്പോഴും ഒരു ശ്രീകുട്ടനോടൊരു ബഹുമാനം തോന്നി. എന്നിട്ട് ഒരു പാതിരാത്രി കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങുമല്ലോ, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്രീകുട്ടനെ കാണില്ല. അവസാനം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ബാൽക്കണി നിൽക്കുമ്പോൾ ശ്രീകുട്ടൻ വരുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ശ്രീകുമാർ വെളുപ്പിന് 4 മണി 5 മണിക്ക് എഴുന്നേറ്റ് പകുതിയോടെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഓരോ അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയി അവർ പറയുന്ന പാട്ട് പാടി കേൾപ്പിച്ച് പ്രതീക്ഷയോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇന്ന് ഇന്ന ഡയറക്ടറെ കണ്ടു, മ്യൂസിക് ഡയറക്ടറെ കണ്ടു, എൻ്റെ ഇന്ന പാട്ട് പാടിപ്പിച്ചു, എനിക്ക് മിക്കവാറും ചാൻസ് കിട്ടും എന്ന് പറയുന്ന ഒരു ശ്രീകുമാർ. അപ്പോൾ ആ ശ്രീകുമാറിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. അങ്ങനെ എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ടാണ് ഇന്നത്തെ നിലയിലുള്ള ഒരു എം ജി ശ്രീകുമാറായി വളർന്നതെന്നുള്ളത് പുതിയ ജനറേഷൻ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കെല്ലാം അത്ഭുതമാണ്. വെളുപ്പിന് എഴുന്നേറ്റ് പോവുകയാണ്, കുളിച്ച് റെഡിയായി കുറിയൊക്കെ ഇട്ട് പോയി പ്രതീക്ഷയോടുകൂടി വരുന്ന അന്ന് പോയി പാടിപ്പിച്ച് പിന്നെ പാട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പിന്നെ പാട്ട് കൊടുക്കാതിരുന്ന ഒരുപാട് വലിയ ഡയറക്ടേഴ്സുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. തമിഴിലെയും സൗത്ത് ഇന്ത്യയിലെയും വലിയ ഡയറക്ടേഴ്സാണ്. നമുക്ക് സങ്കടം തോന്നും. പക്ഷേ പരാതിയും പരിഭവമില്ല, സ്വന്തമായി ഇതിനകത്ത് പരാതിയും പരിഭവത്തിൻ്റെ കാര്യമില്ല. അതെ, തീർച്ചയായിട്ടും. കാര്യം
എന്നാലും ഈ നിലയിൽ നിൽക്കുമ്പോൾ അന്ന് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ മുൻ MLA ആയ മുൻ മന്ത്രിയായ പന്തളം സുധാകരനെയാണോ അതോ ഈ പാട്ടിന്റെ വഴിയെ നടന്ന അന്നത്തെ ചെറുപ്പക്കാരനായിരുന്ന ചെന്നൈയിൽ പോയി മദ്രാസിൽ പോയി പാട്ടിന് വേണ്ടി സമയം ചിലവഴിച്ച പന്തളം സുധാകരനെയാണോ താങ്കൾക്ക് ഏറെ ഇഷ്ടം? അത് സത്യത്തിൽ കുഴക്കുന്ന ചോദ്യമാണ്. കാരണം രണ്ടും രണ്ട് ജോണറാണ്. അതെ. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് പ്രോട്ടോകോളിന്റെ ഒരു ലോകം, ജനങ്ങളുടെ വാത്സല്യവും ഇഷ്ടവും വിമർശനവും ഒരുപോലെ ഏൽക്കേണ്ടി വരുന്ന ഒരു ഫീൽഡ്, അതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ആ പൊതുപ്രവർത്തനത്തിൽ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന് ഞാനൊരു മഹാഭാഗ്യവാനായിട്ട് കരുതുന്നു. കാരണം 25 വയസ്സ് കഴിഞ്ഞ സന്ദർഭത്തിൽ ശ്രീ കെ കരുണാകരൻ, ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെയൊക്കെ MLA-മാരാക്കി. അന്ന് നിയമസഭയിൽ ഏറ്റവും യങ്ങസ്റ്റ് MLA-മാർ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അത് കഴിഞ്ഞ് മന്ത്രിമാരുമാക്കി. രമേശ് ചെന്നിത്തല 29ാമത്തെ വയസ്സിൽ മന്ത്രിയായി. ഞാൻ 30ാമത്തെ വയസ്സിൽ ഞാൻ മന്ത്രിയായി. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരൊരു സ്വപ്നമാണല്ലോ മന്ത്രിയാകുക എന്നൊക്കെ പറഞ്ഞ്. AK ആന്റണിയോടൊപ്പം കെ കരുണാകരനോടൊപ്പം ക്യാബിനറ്റിലിരിക്കുക എന്ന് പറയുന്നൊരു അതൊരു ഇപ്പം ഞാനത് ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരം, അതിൻ്റെ ജനങ്ങളുടെ ഒരു റിയാക്ഷൻ, അത് ഇഷ്ടപ്പെടാത്തൊരാരുമില്ലല്ലോ. അത് ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന നുണയാണ്. പക്ഷേ മറ്റത് ഒരു ഫ്രീ ബേർഡിനെ പോലെ നടക്കുന്ന ഒരു ലോകമാണ്. ഫ്രീ ബേർഡിനെ പോലെ അവിടെ നമ്മുടെ പ്രിയദർശനായാലും ഫാസിൽ, അല്ലെ ആലപ്പി അഷ്റഫ്, സുരേഷ് കുമാർ, അങ്ങനെ വലിയ ടീമിനോടൊപ്പം മദ്രാസിൽ കോടമ്പക്കത്തോട് ഇങ്ങനെ നടന്ന ഒരു കാലമുണ്ട്. അതൊരു ജീവിതത്തിൻ്റെ മറ്റൊരു വസന്തകാലമാണ്. പക്ഷെ ഓർമ്മകൾ നെയ്തെടുത്ത കാലം എന്ന് പറയാം. അപ്പോൾ അന്ന് പലപ്പോഴും പ്രിയദർശൻ പറയാറുണ്ടായിരുന്നു, എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടുന്ന ഒരു പടം എടുക്കണം. അതുവരെ ഈ തമാശ പടങ്ങളല്ലേ പ്രിയദർശൻ എടുത്ത്. അപ്പം ഞാനിങ്ങനെ പറയും, പ്രിയ നമുക്കൊരു കാലം വരും എന്ന് ആ വർത്തമാനത്തെ ഞങ്ങൾ പറയുമായിരുന്നു. അത് ഈ കാഞ്ചീപുരം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പ്രിയനെ വിളിച്ചു. പ്രിയ എത്രയോ വർഷം മുമ്പ് നമ്മൾ ചെന്നൈയിൽ വെച്ച് പറഞ്ഞ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയ അത് വളരെ സന്തോഷത്തോടെ റിയാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനൊരു വലിയ കൂട്ടായ്മ. അതുപോലെ സിനിമയിൽ എൻ്റെ ആ ഞാൻ ഇടപെടുന്ന സന്ദർഭത്തിൽ സിനിമാക്കാരുടെ ഏറ്റവും വലിയൊരു അത്താണി കൂട്ട് ബന്ധം ഉറപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് സുരേഷ് കുമാറാണ്. ആർക്കൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും. അതുപോലെ തന്നെ ആ സമയത്താണ് സുരേഷ് കുമാർ മേനകയുമായിട്ടുള്ള പ്രണയം കൊടുമ്പിരി കൊള്ളുന്നത്. അപ്പോൾ മേനകയെ കാണാൻ വേണ്ടി സുരേഷ് പോകുമ്പോൾ കൂടെ പോകുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ മാറി ഒളിച്ച് നിൽക്കുന്നത്. കാരണം വളരെ കുലീനയായ ഒരു അന്തസ്സുള്ളൊരു ആക്ട്രസ്സാണ് മേനക. നമുക്കൊക്കെ വലിയ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം അന്നത്തെ ആ പ്രണയം പൂവിടുന്നതും അതുപോലെ പ്രിയനും ലിസിയും തമ്മിലുള്ള പ്രണയം, ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് ഇടനിലക്കാരായി നിന്നവരാണ്. അതൊക്കെ ഒരു കാലമാണ്. പക്ഷേ ഇതേ സമയത്ത് എൻ്റെ ഒരു ചെറിയ പോരായ്മയല്ല, ഒരു ചെറിയൊരു തടസ്സം എന്ന് പറയുന്നത് ഞാൻ MLA ആണ്. അപ്പോൾ എനിക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കണം, രാഷ്ട്രീയ രംഗത്ത് നിൽക്കണം. ഞാൻ ഈ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി. അങ്ങനെ പാർട്ടിയിലെ എല്ലാ ഉയർന്ന സ്ഥാനങ്ങളും വളരെ ചെറുപ്പത്തിൽ വഹിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുനടന്നു എന്നുള്ളത് ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഈ ആകാശവാണി കൂടെ ഈ എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പലരും എന്നെ വിളിച്ചു ചോദിക്കും, ഈ പന്തളം സുധാകരൻ എന്ന് പറയുന്നത് താങ്കൾ തന്നെയാണോ ഇനി വേറെ ഉണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ അല്ലെന്ന് ചിലരോട് പറയാം അല്ലെന്ന്. എന്തിനല്ലെന്ന് പറയുന്നത്? അല്ല, എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് അവരുടെ റിയാക്ഷൻ ഇപ്പോഴത്തെ പുതിയ ജെൻസി തലമുറ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പേടിച്ച് ഞാനല്ല എഴുതിയത്. ഈ എൻ്റെ പൗരരാഗം എന്നുള്ള പാട്ട് ഒരുപാട് പോപ്പുലർ ആയതാണ്. അപ്പം പലരോടും ചില ഇത് ഞാൻ എഴുതിയത് ഞാൻ മിണ്ടില്ല. അങ്ങനെയാണ്. അപ്പോ എന്നിട്ട് പറഞ്ഞ റിയാക്ഷൻ കേൾക്കോ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളതെന്ന്? അല്ല, അത് കേൾക്കും. നല്ല പാട്ടായിരുന്നു, ഞങ്ങൾ ധരിച്ചത് സാറായിരിക്കും എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത്. അയ്യോ, അങ്ങനെയാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊന്നും വലിയ പ്രോത്സാഹനമൊന്നും പാട്ടെഴുത്തിന് കിട്ടിയിട്ടില്ല.
അതൊരു ബ്ലാക്ക് മാർക്കായിട്ടായിരുന്നു. ഞാനത് ആലോചിച്ചു. ഇപ്പൊ പോറ്റിയെ കയറ്റിയ എന്നുള്ള പാട്ടൊക്കെ വളരെ വൈറലായല്ലോ. അപ്പോൾ ഇത്രയും അനുഗ്രഹീതനായ കവികൾ ഉണ്ടായിട്ട് ഇതുപോലുള്ള പാട്ടുകൾ എന്തുകൊണ്ട് നേരത്തെ എഴുതിയില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, പാർട്ടിയുടെ ഒരുപാട് യാത്രകൾക്കുള്ള പാട്ടുകളൊക്കെ ധാരാളം സ്ഥിരമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് കൊണ്ട് പിച്ചു തിരുമല ഞങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെ. അപ്പോ പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ സംഗീതജ്ഞന്മാരുമായിട്ടും ഗായികമാരുമായിട്ടും ഗായകന്മാരുമായിട്ടും സഹകരിച്ച് പാട്ട് എഴുതാൻ കഴിയും. ദാസേട്ടനായാലും മഹാനായ ജി ദേവരാജ മാഷ്, അതേപോലെ തന്നെ എ ടി ഉമ്മർ, ഞാൻ പറഞ്ഞല്ലോ മരതകമണി, എൻ്റെ ഒരു പാട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് കൂടിയിരുന്ന ആളാണ് രാജാമണിയോടൊപ്പം. കെ ജെ ജോയ്, അങ്ങനെ ബേണി ഇഗ്നേഷ്യസ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഇവരെല്ലാവരും, വാണി ജയറാം, ഉണ്ണി മേനോൻ, ദാസേട്ടൻ, ഏറ്റവും കൂടെ പാട്ട് ദാസേട്ടനാണ്. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ചിത്ര, ഉണ്ണി മേനോൻ, ജയചന്ദ്രൻ, അങ്ങനെ എസ് ജാനകിയമ്മ ഒരു എൻ്റെ 3 പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ഒന്ന് 3 വയസ്സുള്ളൊരു കുട്ടിയുടെ വോയിസിലാണ് പാടിയിരിക്കുന്നത്. തിങ്കൾ കിളി എന്ന് പറഞ്ഞൊരു പാട്ട്. അത് പാടിയത് 3 വയസ്സൊരു കുട്ടിക്ക് വേണ്ടിയാണ്. അത് അതിൽ എനിക്ക് തോന്നുന്നു ലിസിയാണ് തോന്നുന്നു നായിക. എന്തായാലും അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു അനുഭവമാണ്. പക്ഷെ അതിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്കും അതൊരു സ്വപ്നം പോലെ തോന്നുകയാണ്. ഇതൊക്കെ ഞാനാണോ ചെയ്തത്? അതെ. അമൃതം ചൊരിയും പ്രിയ ഗീതം എന്ന് പറഞ്ഞ് കണ്ണൂർ രാജൻ, നല്ലൊരു മിഷണറാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഒരു മുകേഷിന് വേണ്ടി, മുകേഷ് ലിസി, അവരായിരുന്നല്ലോ അന്നത്തെ കോമ്പിനേഷനൊക്കെ. ആ സമയത്ത് ലിസിയാണ്. അന്ന് കട്ടുറുമ്പിനും കാതുകുത്തം എന്ന് പറയുന്ന പടത്തിന് വേണ്ടി അമൃതം ചൊരിയും പ്രിയ ഗീതം എന്ന് പറഞ്ഞൊരു സെമി ക്ലാസിക്കൽ പാട്ട്. അതുപോലെ ഉണ്ണിമേൻ പാടിയ നീഹാരമായി പ്രിയരാധികേ എന്ന് പറഞ്ഞ് ഉണ്ണിമേനോനും വാണി ജയറാം പാടിയ പാട്ട്. ഇതൊക്കെ എനിക്ക് മനസ്സിൽ ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ ഇപ്പം ഞാനാണോ ഇത് എഴുതിയെന്ന് എനിക്ക് സംശയം തന്നെ. അതാ ഒരു കാലത്തിന് ഞാൻ ഇൻവോൾവ്. പ്രധാനമായ കാരണം ഈ സുഹൃബന്ധമാണ്. ഉള്ളിലെ ഈ കഴിവുകളെല്ലാം പുറത്തെത്തിക്കാൻ സഹായിച്ചതും ഈ പറഞ്ഞ സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം. അപ്പോൾ അവരും അച്ചീവ് ചെയ്ത് നിന്നൊരു സ്ഥലത്തല്ല, അവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാൻ കാണിക്കുന്ന. പറഞ്ഞല്ലോ, ഈ സുരേഷ് എന്ന് പറയുന്നത് വലിയ നിർമ്മാതാവാണ്, നല്ല നടനാണ്. ഇപ്പോൾ വളരെ ഏറ്റവും പോപ്പുലറായ ഒരു ആക്ട്രസിന്റെ അച്ഛനാണ് കീർത്തി. ആ ഫാമിലി എന്ന് പറയുന്നത് ഒരു കലാകാരന്മാരുടെ കുടുംബമാണ്, സിനിമാ കുടുംബം. അപ്പോൾ പക്ഷേ ഈ വേറൊരു മുഖം സുരേഷുള്ളത്, ആർക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും തുടങ്ങുന്നത്. ഞാനിപ്പോൾ പറഞ്ഞൊരു 40-50 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പല്ലേ. ആരുമായിട്ടും ഇതുവരെ ഒരു ഒരിക്കലും. പലരും പ്രിയദർശൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ബോളിവുഡിലെ ഡയറക്ടറായി മാറി. അതേപോലെ തന്നെ ഓരോരുത്തരും, എം ജി ശ്രീകുമാർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഗായകനായി മാറി. അപ്പോൾ അത് അന്നത്തെ ആ ടീമിലുള്ള ഓരോ സ്ഥലത്തും എത്തി. ഇപ്പോൾ സുരേഷ് അത് ഏറ്റവും നല്ല പടങ്ങൾ മലയാളത്തിന് നൽകിയ പ്രൊഡ്യൂസറായിട്ട് മാറി. ഇവരെല്ലാം ഒരു വിളിപ്പുറത്തുണ്ട്. ഇവരെല്ലാവരും ഒരു വിളിപ്പുറത്തുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ലിസി ആയാലും ഇവരെല്ലാവരും അതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരനായ MLA ആയ മുൻ മന്ത്രിയായിരുന്ന പന്തളം സുധാകരന്റെ പാട്ട് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവച്ചു. എന്തായാലും മുന്നോട്ടുള്ള വഴിയിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വളരെ സന്തോഷം ഈ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു വെരി മച്ച്.